ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് 7:30 ആകുമ്പോഴേക്കും സ്കൂളിലെത്തണം കേട്ടോ, അല്ലെങ്കിൽ 8:30 ആകുമ്പോഴേക്കും എത്തിയാൽ മതി. അപ്പം ഇന്ന് ഹിമിനെ പറഞ്ഞയച്ചില്ല കേട്ടോ, കാരണം അവനക്ക് പ്രോഗ്രാമൊന്നുമില്ല. പിന്നെ വെറുതെ അവിടെ അങ്ങനെ ഇരുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവനെ പറഞ്ഞയച്ചില്ല. അങ്ങനെ സ്കൂളിൽ പോയി വന്നതിന് ശേഷം താഴേക്ക് പോകാൻ കേട്ടോ, അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പൂരിയും കടലക്കറിയും ചട്നിയും പിന്നെ റവ കേസരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹെമിന് എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ അവനക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇഷിക്കിനി 11 മണി വരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ അവളൊരു 11:30-12 മണിയാകുമ്പോഴേക്കും എത്തും കേട്ടോ. ഈ സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ഇത് അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റും. മധുരമുള്ളത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ അവരങ്ങനെ അവിടുന്ന് കടയിൽ പോയിട്ട് അപ്പോൾ ഹെമിനെ അവരെ കൂടെ പോയി. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് അടിച്ചു വരാൻ നോക്കുകയാണ്. പിന്നെ ഈ റൂമിലെത്തിയപ്പോഴാണ് ഇവിടുത്തെ കട്ടിലൊന്നും തിരിച്ചിട്ടാലോ തോന്നിയത്, കാരണം കുറേ ആയിട്ട് അതങ്ങനെ തന്നെ ഒരേപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടതെന്ന് കരുതിയിട്ട് അതങ്ങോട്ട് തിരിച്ചിട്ടാന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഫുഡൊക്കെ അവർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്നു, കാരണം സമയമുണ്ട് കുറേ. അപ്പോൾ ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ആ ഭാഗം ഒന്ന് അടിച്ച് വാരിയിട്ട് കട്ടിൽ ആ ഭാഗത്തേക്ക് തിരിച്ചിടാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് അടിച്ച് വാരിയാണ്. അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം പിന്നെ അത് കട്ടിലിൻ്റെ അടി ഒന്ന് അടിച്ചിട്ട് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കട്ടിൽ തിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ, അപ്പോൾ കട്ടിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ തട്ടും. അപ്പോൾ അങ്ങനെ പതുക്കെ അങ്ങനെ എവിടെയും തട്ടാതെ ഞാൻ പതുക്കെ നീക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് കട്ടിൽ നീക്കിയിട്ടിട്ടാ. പിന്നെ അവിടെ അങ്ങനെ ഒരു ചുമര് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിനെ മുട്ടിച്ചിടാനും പറ്റും. അങ്ങനെ ഈ റൂമിലത്തെ കട്ടിലിൻ്റെ അടിയിലാണ് അരിയൊക്കെ വെക്കാറ്. അപ്പോൾ ആ ബക്കറ്റിലത്തെ അരിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചാക്കിൽ നിന്ന് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി, റൂമൊക്കെ അടിച്ചു വാരൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാളിലേക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടേബിളൊന്നും ഒന്ന് തിരിച്ചിടാമെന്ന്, കാരണം ഇവിടെ ആ റൂമിലത്തെ കട്ടിലും ഈ ടേബിളും മാത്രമേ തിരിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കസേരയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ആ ടേബിളൊക്കെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് ഇങ്ങനെ ഇടാന്നിട്ടാണ് വിചാരിക്കണത്. അപ്പോൾ അത് അതേപോലൊക്കെ ഒന്ന് പതുക്കെ നീക്കി കൊടുക്കുകയാണ്. അങ്ങനെ ടേബിളൊക്കെ തിരിച്ചിട്ടിട്ട് അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ റൂമിലത്തെ അടിച്ചു വാരലും കഴിഞ്ഞു. പിന്നെ സോഫയുടെ ഭാഗം ശരിയാക്കി. അങ്ങനെ താഴെ എപ്പോഴും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ ബാൽക്കണി നോക്കുന്ന ഭാഗത്ത് അവിടെ വെച്ചിട്ടാണ് ഒക്കെ നടത്താറ്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഭയങ്കര സൗണ്ടിലൊക്കെ പാട്ട് വെച്ചിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കൂട്ടാം. അപ്പോൾ അതാ ഞാൻ പിന്നെ തിരുമ്പാനൊക്കെ വന്നു, ഒക്കെ മെഷീനിലിട്ടു കിട്ടാം. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. ഇത് ഇന്നത്തെ പാത്രമല്ല കേട്ടോ, ഇന്നലത്തെ പാത്രങ്ങളാണ്. അപ്പോൾ ഇന്നലെ രാത്രി തീരെ വയ്യാത്തതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയിരുന്നില്ല. അപ്പോൾ അതങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ കഴുകിയിട്ട് വേണം തുടക്കാനെങ്കിൽ. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് ഇഷയുടെ ലഞ്ച് ബാഗ് കഴുകിയാലോ എന്ന് വിചാരിച്ചത്, കാരണം ഇനിയിപ്പോൾ തിങ്കളാഴ്ചയിൽ ക്ലാസ്സുള്ളൂ, അപ്പോഴേക്കും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ഒരു സ്പോഞ്ച് എടുത്തിട്ട് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെയിലുണ്ട്, അപ്പോൾ വെയിൽ പെട്ടെന്നുണ്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി. അങ്ങനെ അതും കഴിഞ്ഞപ്പോഴേക്കും തിരുമ്പാട്ടതൊക്കെ കഴിഞ്ഞു കിട്ടാം. അപ്പോൾ അതൊക്കെ ഇനി എടുത്തിട്ട് ഉണക്കാൻ പോവുകയാണ്. അപ്പോൾ അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ട് കിട്ടാം. പിന്നെ ഇതാ ഞാൻ ബാൽക്കണിക്ക് തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഉണക്കിയെടുക്കണം. പിന്നെ ഇതാ തുടക്കാൻ നിന്നു. തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈശോയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.